ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. സന്തോഷത്തോടെ ഈ ഒരു നല്ല ദിവസത്തിന് തുടക്കം കുറിക്കാൻ വീണ്ടും കർത്താവ് തരുന്ന അസുലഭ സുന്ദരമായ ഈ നല്ല മുഹൂർത്തങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന് വചനം കേൾപ്പാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായി വന്ദനം അറിയിച്ചുകൊണ്ട് കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിന് സകല പുകഴ്ചയും മഹത്വവും സ്തുതിയും കരയറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ ആത്മാവ് തിരുവെഴുത്തിൽ നിന്ന് തന്നിരിക്കുന്ന തിരുവചന ധ്യാന ചിന്ത നിങ്ങളുമായി സന്തോഷത്തോടെ പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നു. കർത്താവ് നമ്മോട് ഹൃദ്യമായി സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ യെശയ്യാ പ്രവചനം 41 അധ്യായം 13 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം 41 അധ്യായം 13 വാക്യം. ദൈവമായ യഹോവ എന്ന ഞാൻ നിൻ്റെ വലങ്കൈക്ക് പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ദൈവമായ യഹോവ നിൻ്റെ വലങ്കൈക്ക് പിടിച്ചിട്ട് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറയുന്നു. കഷ്ടപ്പാടും പ്രയാസവും ദുഃഖവും ദുരിതവും നിറഞ്ഞ ഈ ലോകത്തിൽ ഇങ്ങനെ പറയാൻ ഒരാൾ ഭൂമിയിലുണ്ടെങ്കിൽ അത് കേൾക്കുന്നവന് എത്ര ആശ്വാസമായിരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. സമ്പൽ സമൃദ്ധിയിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ജീവിതത്തിൽ വേണ്ടതെല്ലാം 2 തലമുറയ്ക്കും കൂടി ഉള്ളതെല്ലാം കൂട്ടിവെച്ച് സമ്പാദിച്ച് സസന്തോഷത്തോടെ ജീവിച്ചു പോകുന്ന ഒരാൾ, ആരുടെയും സഹായം വേണ്ട, ആരോടും പ്രതിബദ്ധതയില്ല, ആരുമായിട്ട് വലിയ ബന്ധങ്ങളോ ഇടപാടുകളോ ഒന്നുമില്ലാതെ അവനവൻ്റെ കാര്യം നോക്കി പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഈ വാക്യങ്ങളൊന്നും വലിയ വിഷയമായിരിക്കുകയില്ല. എങ്കിലും ഒരായുസ്സിൽ ആരുടെയെങ്കിലും സഹായമില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ച് ഒരായുസ് തീർത്ത ആരെങ്കിലും ഉണ്ടോ എന്നെനിക്കറിയില്ല കേട്ടോ. എല്ലാവർക്കും ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിലെ സഹായങ്ങളൊക്കെ ആവശ്യവും അനിവാര്യവും ആയിട്ടുണ്ടായിരിക്കും എന്നത് സ്പഷ്ടവും വ്യക്തവുമായ കാര്യമാണ്. ഒരു വിധത്തിലെ സഹായം, പണം മാത്രമല്ലല്ലോ സഹായമെന്ന് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ, വാർദ്ധക്യമാകുമ്പോൾ, ചിലപ്പോൾ ബലഹീനമാകുമ്പോൾ, ഒന്ന് ആസ്പത്രിയിൽ ആകേണ്ട സ്ഥിതി വരുമ്പോൾ, വഴിയിൽ വെച്ചൊരനർത്ഥം നേരിടുമ്പോൾ, മാനസിക സമ്മർദ്ദങ്ങൾ നേരിടുമ്പോൾ, ചിലർ നമ്മളെ പറ്റിച്ചിട്ട് പോകുമ്പോൾ, ചില ചതിയിലകപ്പെടുമ്പോൾ, കുഞ്ഞുങ്ങൾ നിമിത്തം മനോദുഃഖമുണ്ടാകുമ്പോൾ, വിവാഹ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ, ജോലി സ്ഥലത്ത് ഭയാനകമായിരിക്കുന്ന പീഡനങ്ങളും മറ്റിതര സമ്മർദ്ദങ്ങളും നേരിടുമ്പോൾ, ഈ സമയത്തൊക്കെ സഹായം ആവശ്യമില്ലാത്ത ആരുണ്ട്? എത്ര വലിയ ആളാണെങ്കിലും എത്ര ചെറിയ ആളാണെങ്കിലും ഈ ഭൂമിയിൽ ജീവിതം ജീവിച്ച് തീർക്കാൻ സഹായകനെയും സഹായവും ഒക്കെ ആവശ്യമുണ്ടെന്നുള്ള കാര്യം മറ്റാരേക്കാളധികം സർവശക്തനായ ദൈവത്തിനറിയാം. അതുകൊണ്ട് മനുഷ്യനെ ഏറ്റവും അധികം സഹായിക്കാൻ സന്നദ്ധനായി നിൽക്കുന്നത് ഇവിടുത്തെ ഏതെങ്കിലും സഹായ സന്നദ്ധ സംഘടനയല്ല, സർവശക്തനായ ദൈവമാണ്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം. ദൈവത്തിനറിയാം, സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് വിട്ട് ജീവിച്ചോളാൻ പറഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഒരു നാട്ടിലോ ഗ്രാമത്തിലോ ആക്കി വെച്ചതുകൊണ്ട് മനുഷ്യൻ പൂർണ്ണനാകില്ല. ദൈവത്തിൻ്റെ സഹായം ഇനിയും ഇനിയും അവൻ ആവശ്യമായി വരുമെന്ന്. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് ഇവിടെ മനുഷ്യനോട് എന്ന് തന്നെ പറയുന്നത്, നീ പേടിക്കണ്ട. മനുഷ്യൻ്റെ അടുക്കൽ വന്ന് മനുഷ്യൻ്റെ കയ്യെ പിടിച്ചിട്ട് ദൈവം പറയുന്നു, ഭയപ്പെടണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. ഏത് വിഷയത്തിലും ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും ഇങ്ങനെ പറയാൻ ഒരു മനുഷ്യനല്ല, ഒരു മൂത്ത ചേട്ടനോ അപ്പനോ ഒരു സ്നേഹിതനോ സഹോദരനോ ഒരു സമ്പന്നനായ മുതലാളിയോ അല്ല. അഖിലാണ്ട സൃഷ്ടാവായിരിക്കുന്ന മഹാദൈവം എൻ്റെ നിങ്ങളുടെയും കയ്യിൽ പിടിച്ചിട്ട് ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയം അതെന്തുമാകട്ടെ, ഒരു സഹായം ആവശ്യമുള്ള വിഷയമാണോ, അതാദ്യം ദൈവസന്നിധിയിൽ വിലയിരുത്ത്. എനിക്കങ്ങനെയൊന്നും ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ടോളറേറ്റ് ചെയ്തോളാം, ഞാൻ ബുദ്ധിമാനാണ്, കഴിവുള്ളവനാണ്, ആവശ്യത്തിന് പണമുണ്ട്, എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കരുത്തുണ്ട്, വേണ്ടി വന്നാൽ എന്തും ചെയ്യാനുള്ള സാമർഥ്യമുണ്ട് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് ഒട്ടും അനുകൂലമല്ലായിരിക്കാം, പ്രയോജനപ്പെടാൻ സാധ്യതയില്ല. എന്നാൽ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ പകച്ചു നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, പതറി നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ,
മുമ്പോട്ട് പോക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നു. എന്ത് ചെയ്താലും കാര്യങ്ങൾ നടക്കാത്തൊരു പരിസ്ഥിതി, എന്തൊക്കെയോ അസ്വസ്ഥത, എവിടെ പോയാലും പരാജയങ്ങൾ മാത്രം, ഒന്നിനും വിജയിക്കാൻ കഴിയുന്നില്ല. ഈ ഭാരമുള്ള ചുമടുകൾ എങ്ങനെ ചുമന്ന് തീർക്കും, അല്ലെങ്കിൽ ഇതൊന്ന് എങ്ങനെ ഇറക്കി വയ്ക്കും എന്നോർത്ത് ആരുടെയും സഹായമില്ലാതെ ഒറ്റപ്പെട്ട് ഏതോ സ്ഥലത്ത് ജീവിതം തള്ളിത്തള്ളി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കിരിക്കട്ടെ വാക്യം. അവരോട് പരിശുദ്ധാത്മാവ് ഇന്നത്തെ സന്ദേശത്തിലൂടെ അരുളി ചെയ്യുന്നത്, ഭയപ്പെടണ്ട. അടുത്ത് വന്ന് കയ്യെ പിടിക്കാൻ ഒരു ദൈവം ഉണ്ടെങ്കിൽ, ഞാനിത് വെറുതെ പറയുന്നതല്ല, ദൈവം ഭോഷ്ക്ക് പറയുന്നവനുമല്ല, മനുഷ്യൻ്റെ അടുക്കൽ വന്ന് മനുഷ്യൻ്റെ കയ്യെ പിടിച്ചിട്ട് പേടിക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയുന്നൊരു ദൈവം ഉണ്ടെന്നുള്ള ചിന്ത തന്നെ നിങ്ങളിൽ ചിലർക്ക്, ചിന്തിക്കുന്നവർക്ക് ആശ്ചര്യമായിരിക്കാം. ഇന്നെൻ്റെ ദൈവത്തെ എനിക്ക് അടുത്തറിയാം. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ ആ വലിയ പ്രൊട്ടക്ഷൻ, ഇതെല്ലാം അനുദിന ജീവിതത്തിൽ അനുഭവിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഈ കാര്യങ്ങളൊക്കെ സ്നേഹവാത്സല്യത്തോടെ മനസ്സിലാക്കുന്നു. എന്നാൽ ഒരു കാലഘട്ടത്തിൽ, ദൈവത്തെ അറിഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ, ദൈവം മനുഷ്യൻ്റെ അടുക്കൽ വരുമെന്നും മനുഷ്യനോട് ഭയപ്പെടേണ്ടെന്ന് പറയുമെന്നും മനുഷ്യൻ്റെ കയ്യെ കയറി പിടിക്കുമെന്നും ആ മനുഷ്യനെ ഞാൻ സഹായിക്കാമെന്ന് പറയുമെന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിരിക്കുന്ന ആശ്ചര്യജനകമായ ചിന്തയായിരുന്നു. ഇന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനൊരു ചിന്തയിരിക്കുന്നെങ്കിൽ അതിനകത്ത് അതിശയോക്തിയൊന്നുമില്ല. കാരണം മനുഷ്യൻ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ വ്യത്യസ്തമാണ്. പക്ഷെ സത്യവേദ പുസ്തകത്തിൽ പറയപ്പെടുന്ന മഹാദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, ഇന്നും ദൈവത്തിൻ്റെ മനോഭാവം മനുഷ്യൻ്റെ തെറ്റുകുറ്റങ്ങളെ കണ്ടുപിടിച്ചിട്ട് അതിനെല്ലാം ശിക്ഷ നടപ്പാക്കി നരകത്തിൽ തള്ളണമെന്നും മനുഷ്യനെ ഇല്ലായ്മ ചെയ്യണമെന്നും എന്നും കഠിന ശോധനയിലൂടെ കടത്തിവിട്ട് കഥനമായിരിക്കുന്ന വേദനകൾ സമ്മാനിച്ച് ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല ദൈവമെന്ന് ഏറ്റവും ചുരുങ്ങിയത് ഈ സന്ദേശത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണെങ്കിൽ മറ്റാരുടെയും പരപ്രേരണ കൂടാതെ ദൈവസന്നിധിയിലിരുന്ന് ഈ വാക്യം വെച്ച് ദൈവത്തോട് പറയണം, ദൈവമേ, ഈ മാസം കഴിഞ്ഞു കിട്ടാൻ, ഈ ദിവസങ്ങൾ കഴിഞ്ഞുകൂടാൻ, എനിക്കും എൻ്റെ കൂടപ്പുറപ്പുകളെ പോലെ നന്നായി ജീവിക്കാൻ, സമ്പന്നനൊന്നും ആകണ്ട, മുതലാളിയാകണ്ട, മാന്യമായി ഭാരമില്ലാതെ, കടമില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ, ഞെരുക്കമില്ലാതെ, അന്തസ്സോടെ ഈ മണ്ണിൽ ജീവിച്ച് അവസാനിപ്പിക്കാൻ എന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല എന്നത് ഞാൻ മനസ്സിലാക്കി. രക്തബന്ധങ്ങളുണ്ട്, സ്നേഹമുണ്ട്, കരുതുന്നവരുണ്ട്, മിക്കവാറൊക്കെ ഫോൺ വിളിക്കുന്നവരുണ്ട്, പക്ഷെ സഹായിക്കാൻ ആരുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കങ്ങനെ ഒരു പരിസ്ഥിതി ഉണ്ടെങ്കിൽ ഇവിടെ ഇതാ ഒരു വാതിൽ തുറന്നിടുകയാണ്. ഒരു വഴി ദൈവമായ കർത്താവ് വെട്ടിത്തുറക്കുകയാണ്. ഒരു വാക്യം നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബൈബിൾ ഉണ്ടെങ്കിൽ യെശയ്യാ പ്രവചനത്തിലെ ഈ പറയപ്പെട്ട 41:13 ഈ വാക്യം അടിവരയിടണം. ഇത് സത്യമാണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ തെളിയിക്കണം. ഏത്? ദൈവം കൈക്ക് പിടിച്ചിട്ട് പേടിക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയുന്ന ശബ്ദം നിൻ്റെ കാതിൽ കേൾക്കുന്ന സമയം വരെ നീ കർത്താവിൻ്റെ കാൽക്കൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അഭയാചന കഴിച്ചുകൊണ്ട് പറയണം, ഞാൻ തിരുവെഴുത്തിലൊരു വാക്യം കണ്ടോണ്ടാ തിരുമുമ്പിൽ വന്നിരിക്കുന്നത്. എന്നെപ്പോലത്തെ ഒരു മനുഷ്യൻ എൻ്റെ ശബ്ദം കൊണ്ട് ഇത് പറഞ്ഞു തന്നു എന്നുള്ളതുള്ളൂ. പക്ഷേ എഴുതിയിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിലല്ല, ദൈവത്തിൻ്റെ വചനത്തിനകത്ത്, സത്യവേദ പുസ്തകത്തിനകത്ത് സഹായിക്കാമെന്ന് പറയുന്നൊരു ദൈവത്തെ നിങ്ങൾ തിരുവെഴുത്ത് വായിച്ച് കണ്ടെങ്കിൽ നിങ്ങൾ ആ വാക്യം അടിവരയിട്ടിട്ട് ദൈവസന്നിധിയിൽ ബൈബിളുമായി പോയിരുന്നിട്ട് പ്രാർത്ഥിക്കണം, എന്നെ ഇവിടെ ഈ സാഹചര്യത്തിൽ സഹായിക്കാൻ ആരുമില്ല. ഞാനൊരു വാക്യം കണ്ടു, സഹായകനുണ്ടെന്ന്, കൈപിടിച്ചിട്ട് ഞാൻ സഹായിക്കാമെന്ന് പറയുന്നൊരു ദൈവമുണ്ടെന്ന്. അതുകൊണ്ട് എൻ്റെ പുരാതന പാരമ്പര്യങ്ങളിലൊന്നും ഇങ്ങനെ പറയുന്നൊരു ദൈവത്തെ കണ്ടിട്ടില്ല. പക്ഷേ ഈ പുസ്തകത്തിൽ ഞാൻ കണ്ട സർവശക്തിയുള്ള അഖിലാണ്ട സൃഷ്ടാവായ ശ്രീഭണ്ണാരമുള്ള, ആരെയും സഹായിപ്പാൻ കരുത്തുള്ള ഈ പുസ്തകത്തിനകത്ത് രാജാക്കന്മാരെയും സാധാരണക്കാരെയും ഭക്തന്മാരെയും പാവങ്ങളെയും ഒക്കെ സ്നേഹിച്ച് സഹായിച്ചിട്ടുള്ള ദൈവമേ, എന്നെ കൂടെ ഈ വാക്യം വെച്ച് ഈ കയ്യേലൊന്ന് പിടിച്ചിട്ട് ഞാൻ നിന്നെ സഹായിച്ചോളാമെന്നൊരു ഉറപ്പ് തന്നാൽ നിങ്ങളുടെ ജീവിതം മാറും. നരകതുല്യമായ വേദനകളും ശാരീരിക വ്യഥകളും എന്ത് ചെയ്താലും വിജയിക്കാത്ത വല്ലാത്തൊരു സാഹചര്യവും അതെല്ലാം മാറിക്കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ സന്ദേശം വേണമെങ്കിൽ ഒരിക്കൽ കൂടി കേട്ടിട്ട് നിങ്ങളുടെ ബൈബിൾ എടുത്ത് ഈ വാക്യം കണ്ടെത്തി അടിവരയിട്ടിട്ട് തിരുവെഴുത്തുമായി തിരുസന്നിധിയിൽ ചെന്നിരുന്ന് ഈ ബൈബിൾ തുറന്ന് ഈ വാക്യം ദൈവത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് സർവശക്തിയുള്ള ദൈവത്തോട് പറയണം, ഈ വാക്യം വെച്ച് പാവപ്പെട്ട എന്നെ കൂടി സഹായിക്കണം.
എൻ്റെ കൈക്ക് കൂടി പിടിക്കണം എന്ന് ദൈവത്തോട് പറഞ്ഞാൽ ഇന്ന് സ്വർഗം അതിന് തുടക്കം കുറിക്കും. ആരെങ്കിലുമൊക്കെ ദൈവം നിങ്ങളുടെ അടുക്ക് പറഞ്ഞയക്കും. നിന്നെ സഹായിക്കാൻ ദൈവം നിൻ്റെ പക്ഷത്ത് നിൽക്കും. വിചാരിക്കാത്തവർ നിൻ്റെ അടുക്ക വരും, ഉപദേശങ്ങൾ തരും, കൈത്താങ്ങൾ തരും. പൊങ്ങി വന്ന് ഉയർന്നു നിന്ന് സമാധാനപൂർണമായ ജീവിതം നയിച്ച് അവസാനിപ്പിക്കാൻ പരിശുദ്ധ ദൈവത്തിൻ്റെ സകല സപ്പോർട്ടും സ്വർഗത്തിൽ നിന്നുണ്ടാകും എന്നുറപ്പ് തന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറക്കരുത്, ഈ വാക്യം നിങ്ങളുടെ സ്വന്തമാക്കണം. നിങ്ങൾ ദൈവിക സഹായം കൈപ്പറ്റി ഇവിടെ വിജയശ്രീ ലാളിതനായി ജീവിക്കണം. അതിനാണ് തിരുവെഴുത്തിൽ ദൈവം ഇത് എഴുതിയത്. സ്വർഗം അത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനുഷ്യവർഗത്തോട് ഇത്ര അഗാധ സ്നേഹവും കടപ്പാടുമുള്ള മഹാദൈവമേ, ഈ വചനം വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അനേകർ അങ്ങയുടെ സന്നിധിയിൽ വരും. ഈ വചനം കേട്ടിട്ട് വലങ്കൈക്ക് പിടിച്ച് ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയുന്നൊരു ദൈവമുണ്ടെന്ന് കേൾക്കുന്നത് തന്നെ ഞങ്ങൾക്ക് പലർക്കും ധൈര്യമാണ്. കർത്താവേ, അങ്ങത് ചെയ്യണമേ. അങ്ങയുടെ തിരുമുമ്പിൽ വന്ന് ആരെങ്കിലും സഹായം ചോദിച്ചാൽ അങ്ങ് അവരെ കൈവിടത്തില്ലെന്നുള്ള ഉറപ്പെനിക്കുണ്ട്. ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.